അല്ല ഞമ്മള് ഗഫൂർക്കല്ലേ അത്? മൂപ്പർക്ക് എന്ത് പറ്റി? ഗഫൂർക്ക ഹലോ കള്ളവടുക്കൂസേ, നമ്മള് നല്ലൊരു കനാവ് കാണുന്നല്ലോ, ഒക്കെ നശിപ്പിച്ച്. നിങ്ങക്കിപ്പോ രാത്രിയിൽ എന്താ ഇപ്പൊ ഇത്ര കിനാവ് കാണാനുള്ളത്? സത്യം പറ, നിങ്ങക്ക് ഭ്രാന്തല്ലേ? പ്രേമം ഭ്രാന്താണെങ്കിൽ ആ ഭ്രാന്താശുപത്രിയിൽ പിച്ച വെച്ച് നടക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഇത് ശരിക്കും ഭ്രാന്ത് തന്നെ. അല്ലാണ്ട് ഈ പ്രായത്തില് പ്രേമിക്കാൻ പോവോ? സൂറത്താത്ത കേൾക്കണ്ട, നിങ്ങളെ ബാക്കി വെക്കൂല. എടാ, ഓളെ തന്നെയാണ് നമ്മള് കിനാവ് കണ്ടത്. ഒരു 10-30 കൊല്ലം പിറകോട്ട് പോയതാണ്. നമ്മളിങ്ങനെ ഓളെ പ്രേമിച്ച് നടന്ന കാലം ആലോചിക്കുമ്പോ തന്നെ കുളിര് കോരണ്. അപ്പൊ നിങ്ങള് പ്രേമിച്ച് കിട്ടിയതല്ലേ? നിങ്ങൾ ആദ്യം എപ്പോഴാ കണ്ടത്? ഒന്ന് വിശദമായിട്ട് പറ. എടാ ജബ്ബാറെ, ആദ്യമായിട്ട് ഞാൻ എന്റെ സൂറാനെ കാണുമ്പോ ഓളൊരു തട്ടിട്ടാണ് വന്നത്. ജബ്ബാറെ, ഓളെ തട്ടിങ്ങോട്ട് വന്നാലുണ്ടല്ലോ, പിന്നെ ഞമ്മക്കൊന്നും കാണാൻ പറ്റൂല. അതെന്താ ഗഫൂർക്ക, അവളാ തട്ടെങ്ങനെ മുഖത്തൂടെ ഇട്ടിട്ടാണോ വന്ന്? മിണ്ടാണ്ട് നിക്കണ അവിടുന്ന്. ഓനൊരു വെളിഞ്ഞ തമാശ, എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നിങ്ങള് വരി. ഇതൊക്കെ കേൾക്കുന്നത് എനിക്ക് നല്ല ഹര. ഓ, അങ്ങനെ പോയി കേക്കണ്ട. എന്താണ് ഗഫൂർക്ക, പ്ലീസ് നിങ്ങളൊന്ന് പറയും. എടാ, അനക്ക് എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഒരു ഇത് തോന്നിയിട്ടുണ്ടോ? എന്ത്? എടാ, ഒരു ഇതില്ലേ, ഇത് ഞമ്മക്ക് സൂറാബിനോട് തോന്നിയൊരിത്. ഓ, അത് ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആണോ? ആഹാ, വെരി ഗുഡ്. ആരാണ് ആള്? അത് നമ്മളെ തുറുപ്പുംതോട്ടത്തിലെ ലവളില്ലേ, രമണി, അവളാ എന്റെ ഗഫൂർക്ക. ഓള് ഞമ്മക്ക് ചന്ദ്രനെ പോലെയാ. ഏത് തേങ്ങ വലിക്കാനും ചന്ദ്രനോ? അതല്ലാന്ന്, മൂൺ. രാത്രിയിൽ ഇങ്ങനെ ഉദിച്ചു നിക്കണ ചന്ദ്രനെ പോലെയാണ് എനിക്ക് ആ തുറുപ്പും തോട്ടത്തിലെ രമണി. അങ്ങനെയാണെങ്കിലേ തൊട്ടപ്പുറത്തെ പറമ്പിലെ ദിനേശനാണ് നീൽ ആംസ്ട്രോങ്. ദിനേശനോ? അതെന്താ അങ്ങനെ? ചന്ദ്രനിൽ ആദ്യം കാല് കുത്തിയത് നീൽ ആംസ്ട്രോങ് അല്ലേ? ഇവിടെയും അത് തന്നെ കഥ.